ആണധികാരത്തെ എന്നേക്കുമായി ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ളതാണ്. അംഗസംഖ്യ എങ്ങനെയാണ് നോക്കൂ. നിലവിലുള്ള അംഗസംഖ്യയിൽ 181 പേരായിരിക്കും സ്ത്രീകൾ വരിക. ഇപ്പോഴത്തെ വനിതാ സംവരണ നിയമ ഭേദഗതി നടപ്പിലാക്കുകയാണെങ്കിൽ ഈ അംഗസംഖ്യയിൽ 181 പേരുണ്ടാകുമായിരുന്നു. ഇനി അത് വർദ്ധിക്കുകയാണെങ്കിൽ 816 ആകുമ്പോൾ 284 വനിതകളാവും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴുള്ള 543 എന്ന സംഖ്യയിലാണ് വനിതാ സംവരണ ബിൽ കൊണ്ടുവരുന്നതെങ്കിൽ 322 ആണുങ്ങളും 181 സ്ത്രീകളും ഉണ്ടാവും. എന്നാൽ 816 അത് വർദ്ധിക്കുകയാണെങ്കിൽ 566 പുരുഷന്മാരും 284 സ്ത്രീകളും ഉണ്ടാവും. ഇപ്പോഴുള്ള മുഴുവൻ പുരുഷന്മാർക്കും അധികാരം ഉറപ്പിച്ചു നിർത്തി അവരുടെ അടുത്ത തലമുറയ്ക്ക് കൂടി അധികാരം ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു നീക്കമാണ് ഇതിന് പിന്നിലുള്ളത്. ആ തന്ത്രത്തെ കൂടി രാജ്യം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാണ് അധികാരം ഉറപ്പിച്ചു നിർത്താൻ, രണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കുടിലമായ തന്ത്രമായിരുന്നു. അതാണ് വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ കൊണ്ടുവന്നത്. വനിതകളെ അതിന് കവചമായി ഉപയോഗിച്ചു എന്നത് പൊളിഞ്ഞു വീണിരിക്കുന്നു എന്നുള്ളതാണ്. BJP എതിരെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള ടേക്ക്.